ആന്റണി ചേട്ടനിലേക്ക് എത്താൻ എളുപ്പമാർഗം അദ്ദേഹത്തിന്റെ നമ്പർ വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമാർഗം. നിങ്ങളൊരു വിശ്വാസമാണല്ലോ, ജിത്തു സാറിനോട് ഒരു വിശ്വാസമാണ് ആന്റണി ചേട്ടന്. അതാണല്ലോ നിങ്ങൾ എപ്പോഴും കൈകോർത്ത് പോകുന്നത്. വിശ്വാസമുണ്ട്. പക്ഷെ ആന്റണിക്കും കഥ ഇഷ്ടപ്പെടണം. പ്രൊഡ്യൂസറാന്ന് പറഞ്ഞാൽ ജോസഫ് വന്നു, ഓക്കെ, നമ്മുടെ പരിചയമുള്ള ഒരാളല്ലോ. അങ്ങനെയല്ല, സിനിമ കഥ കേൾക്കുമ്പോൾ ആന്റണിക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആന്റണിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ പറയാം. പണ്ട് ഞാൻ വേറൊരു എന്റെ രണ്ടാമത്തെ പടം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ, അതിന്റെ പ്രൊഡ്യൂസർ ജോയ് തോമസ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആന്റണി പെരുമാ. അതേ പറഞ്ഞു ആന്റണി അടുത്ത് ആന്റണിയെ അറിയാം, പക്ഷെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല, ഒന്ന് കഥ പറയണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത പ്രൊജക്ട് നടക്കിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത പടങ്ങളുടെ കാര്യം ഞാൻ ചെന്ന് കഥ പറഞ്ഞ ആന്റണി ചെയ്തിട്ടൊരു ഉഗ്രം സിനിമ ജോയ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം കഥ കേട്ടിട്ട് അദ്ദേഹം ഇത്തിരി ഇഷ്ടമായാലാണ് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്തിക്കുകയും. ഇപ്പം ജിത്തു സാറ് ത്രില്ലർ എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോഴും എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് വരുന്ന ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ജഗതി ചേട്ടന്റെ ഒരു മറ്റേ മൈമൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം വരുന്നത്. ട്വിസ്റ്റ് ഒരു ഹോപ്പും ഇല്ല. അല്ല, ഇതെന്നറിയോ, അത് പറ്റിയത് എവിടെയാണെന്നറിയോ? ദൃശ്യം ചെയ്തപ്പോ ഞാൻ അതിനെ ഒരു ഫാമിലി ഡ്രാമ പോലെ ഞാനത് എന്റെ മനസ്സിലായില്ല. കാരണം രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു മത്സരമാണ്. അതിനകത്തൊരു ക്രൈമും വന്നു, ക്ലൈമാക്സിൽ ഒരു സർപ്രൈസിങ് എലമെന്റും വന്നു. എന്റെ ഒരു അബദ്ധത്തിനും ഒരു പേടി കൊണ്ടാണ്, ടെൻഷൻ കൊണ്ടാണ് ഈ 2 ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ അറിയാതെ കയറി പറഞ്ഞു പോയി. ഇതിനകത്ത് അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല, കാരണം ടെൻഷൻ കൊണ്ട് പറഞ്ഞാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നതായാലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് കാരണം വെച്ചാൽ ഇത് ഞാൻ വളരെ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ക്രൈം ഉണ്ട് ഇതിനകത്ത്. ഇതുവരെ ഞാൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു ക്രൈം നടക്കുന്നു, അത് നടന്നു കഴിയുമ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു കൾപ്രിറ്റ്, അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ. ആ സെക്ഷനാണ് ഞാൻ ഇത്ര നാൾ നോക്കിയത്. ഇത് അവിടെയും ആ ക്രൈം കണ്ടുപിടിച്ചു കഴിഞ്ഞൊരു കോടതി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഒരു ക്രൈം നടക്കുന്നു, 5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ആരാ ചെയ്തത്, എന്താണ് ക്രൈം, എല്ലാം മനസ്സിലായി. അവിടുന്ന് അതെടുത്ത് ഞങ്ങൾ കോടതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. കോടതിയിൽ എന്താണ് നടക്കുന്നത്, ഈ ഒരു കോടതിയിൽ ഒരു കേസ് ചെല്ലുമ്പോൾ ഏതൊക്കെ പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിൽ എന്തൊക്കെ രീതിയിൽ കളികൾ നടക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒത്തിരി നമുക്ക് അറിയാൻ മേലാത്ത പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എത്ര പേരുണ്ട് കോടതിയുടെ പ്രൊസീജിയേഴ്സ് അറിയാവുന്നവര്? അപ്പൊ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 100% എന്തെങ്കിലും കോടതി പോകാത്തവർക്ക് ഇങ്ങനെയാണല്ലേ കോടതിയിൽ, ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എടുത്ത് കൊണ്ടുവരുമ്പോ ചുമ്മാ കൊണ്ടേ ഒരു സാധനം കൊടുക്കാൻ പറയാം, അതിന് പെറ്റീഷൻ ഇട്ട് അങ്ങനെ. ഇതെല്ലാം ഞാൻ ശാന്തിയെ കൊണ്ടത് എഴുതിച്ചു. അതാ ശാന്തി പറഞ്ഞു എഴുതിയതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എടുക്കാൻ, എന്നിട്ട് എല്ലാം ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് കണക്ട് ചെയ്ത് വിഷ്വലി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഷോട്ടിലുണ്ട് ജഡ്ജി ഇങ്ങനെ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു കലണ്ടർ, അപ്പൊ ശാന്തി അവിടെ ഒരു കലണ്ടർ ഉണ്ടാവും. അടുത്ത പോസ്റ്റിംഗ് പുള്ളി കലണ്ടറിലേക്ക് നോക്കും. അങ്ങനെ കൊച്ചു സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പറ്റുന്ന പോലെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിന്റെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞാല് സാറിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇങ്ങനെ നടക്കാവുള്ളൂ, പുറത്ത് ജീവിക്കുന്നത്. അന്നേരം ഞാൻ കേൾക്കുന്നത് ഞങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു കോടതി എക്സ്പീരിയൻസ്, ഒരു റിയൽ കോടതി 100% അല്ല, ഒരു 60-70%. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ടൈം ഇതാണ്. പിന്നെ ഓൺലൈനിൽ ആരോ എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ക്രൈം ഉള്ളതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ആ ക്രൈമിനകത്ത് ഒരാളെ പിടിച്ചു കോടതിയിൽ വന്നിട്ട് വിജയമോഹൻ പ്രൂവ് ചെയ്യാണ്, ഇയാളല്ല വേറൊരാളാണ്, അങ്ങനെ ഒന്നുമില്ല. അടക്കം തൊട്ട് ഇത് ആരാ ചെയ്ത എല്ലാം അറിയാം. കോടതിയിൽ എന്തൊക്കെ നടക്കും മാത്രമേ. താങ്ക് യു ഓൾ സോ മച്ച്.